പറവണ്ണ ഗവൺമെന്റ് സ്കൂളിനായി MLA ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ബസ് തുരുമ്പെടുത്ത് നശിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് കട്ടപ്പുറത്തായ ബസ് യഥാസമയം അറ്റകുറ്റപ്പണി നടത്താതിരുന്നതാണ് നാശത്തിനു കാരണമായത്. പലതവണ സ്കൂൾ അധികൃതരും നാട്ടുകാരും MLA അടക്കമുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. മറ്റൊരു അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ ബസ് നന്നാക്കുകയോ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പറവണ്ണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി അന്നത്തെ MLA ആയിരുന്ന C. മമ്മൂട്ടി 2016-17 സാമ്പത്തിക വർഷത്തിലാണ് MLA ഫണ്ട് ഉപയോഗിച്ച് സ്കൂളിന് ബസ് അനുവദിച്ചത്. 60ഓളം വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാവുന്ന ബസ് തുടക്കത്തിൽ നല്ല രീതിയിലാണ് സർവീസ് നടത്തിയിരുന്നത്. 3 വർഷം ഓടിത്തുടങ്ങിയ ബസ് പിന്നീട് വന്ന കോവിഡ് മഹാമാരിക്ക് ശേഷം സർവീസ് നടത്താനായില്ല. യാത്രക്കാരായ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞത് ഒരു പരിധിവരെ സർവീസ് നിർത്തിവെക്കാനും കാരണമായി. ഡീസൽ ചെലവ്, ഡ്രൈവറുടെ കൂലി, ഇൻഷുറൻസ് തുടങ്ങിയ മെയിൻ്റനൻസ് ചെലവുകൾ ഉൾപ്പെടെ സ്കൂൾ തന്നെ വഹിക്കേണ്ടി വന്നതോടെ സംഗതി തീരുമാനമായി. ഇതോടെയാണ് ബസ് കട്ടപ്പുറത്ത് കയറിയത്. വർഷാവർഷങ്ങളിൽ വരുന്ന വലിയ തോതിലുള്ള ഇൻഷുറൻസ് പ്രീമിയം തുക, അതുപോലെ തന്നെ ഡ്രൈവർക്കുള്ള ശമ്പളം, ഡീസൽ ചെലവ്, മറ്റു മെയിൻ്റനൻസ് ചെലവുകൾ, റിപ്പയറിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭാരിച്ച ഉത്തരവാദിത്വം സ്കൂൾ PTA കമ്മിറ്റി വഹിക്കേണ്ടി വന്നതിനാൽ ബസ് സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ബസ് ഇപ്പോൾ പൂർണ്ണമായിട്ടും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പലതവണ PTA അധികൃതരും അതുപോലെ സ്കൂളിന്റെ ആളുകളും ഇത് ബസ് മറ്റ് ഏതെങ്കിലും വിദ്യാലയങ്ങൾക്ക് മാറ്റണമെന്ന് പറഞ്ഞ് പലരെയും സമീപിച്ചെങ്കിലും ഇതുവരെ ആ കാര്യം നടന്നിട്ടില്ല. ഇനിയെങ്കിലും ഈ ബസ് പൂർണ്ണമായി നശിക്കാതെ എത്രയും വേഗം മറ്റേതെങ്കിലും വിദ്യാലയങ്ങൾക്ക് കൈമാറാൻ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരും അതിനുവേണ്ടി ഒരു പരിശ്രമം നടത്തണമെന്നാണ് അഭിപ്രായപ്പെടാനുള്ളത്. യഥാസമയം അറ്റകുറ്റപ്പണി നടത്താനും അധികൃതർ തയ്യാറായിരുന്നില്ല. ബസ് തുരുമ്പെടുത്ത് നശിക്കുമെന്ന് ഉറപ്പായതോടെ PTAയും സ്കൂൾ അധികൃതരും നിലവിലെ MLA കുറുക്കുളി മൊയ്തീനെ നേരിൽ കണ്ട കാര്യങ്ങൾ ബോധിപ്പിച്ചു. ആലോചിക്കാമെന്ന മറുപടി പറഞ്ഞതല്ലാതെ MLA കാര്യമായ ഒരു ഇടപെടലും ഇക്കാര്യത്തിൽ നടത്തിയില്ല. പല വിദ്യാലയങ്ങൾക്കും ബസ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു, ബസ് അനുവദിച്ച് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ഈ ബസ് അവർക്ക് കൈമാറാനുള്ള ഒരു നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു സംഖ്യ വരുന്ന ഒരു നല്ല സാധാരണ ബസ്സല്ല, കുറച്ച് നല്ല കോസ്റ്റ്ലി ഉള്ള ബസ്സാണ് ഈ നൽകിയിട്ടുള്ളത്. ആ സമയത്ത് അവർക്ക് നൽകുകയാണെങ്കിൽ ഇത്രയും ഒരു പൊതുമുതൽ നശിച്ചു പോവില്ലായിരുന്നു. പൊതുമുതൽ തുരുമ്പെടുത്ത് നശിക്കുന്നത് ഏറെ വേദനയോടെയാണ് പ്രദേശവാസികൾ നോക്കിക്കാണുന്നത്. തിരൂർ നിയോജക മണ്ഡലത്തിലെ തന്നെ ഏതെങ്കിലും സർക്കാർ സ്കൂളുകൾക്ക് ബസ് സർവീസ് നടത്താൻ ആവശ്യമായ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ബന്ധപ്പെട്ടവർ അനുകൂല നടപടിയെടുത്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.